السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. 13/1/2017 വെള്ളിയാഴ്ചയിലെ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഖുത്ബയാണ് സംഗ്രഹിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ ഓർത്തും മനസ്സിൽ പ്രതിഷ്ഠിച്ചും ജീവിതം ധന്യമാക്കുവാൻ നമുക്ക് പരസ്പരം ഉപദേശിക്കാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, നിശ്ചയം അള്ളാഹു അവനെ സൂക്ഷിക്കുന്നവരോടുകൂടെയാണ്. വല്ലദീനഹും മുഹ്സിനൂൻ, നന്മ അനുവർത്തിക്കുന്നവരോടുകൂടെയുമാണ്. മുഅ്മിനീങ്ങളെ, വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി ഇസ്ലാം ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന വിഷയമാണ്. ഖുർആൻ ഇവ രണ്ടിനെയും പരസ്പരം ബന്ധപ്പെടുത്തി അനുപൂരകങ്ങളായി അവതരിപ്പിക്കുന്നത് കാണാം. അള്ളാഹു പറയുന്നു: ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, നിശ്ചയം അള്ളാഹുവിന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ അഥവാ ചെയ്ത പാപങ്ങളിൽ നിന്ന് മനസ്താപത്തോടെ ഹൃദയം കഴുകി വൃത്തിയാക്കുന്നവരെ ഇഷ്ടമാണ്. വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുചിത്വം പാലിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു. ഒന്നാമത്തേത് ആന്തരിക ശുദ്ധീകരണമാണെങ്കിൽ, ഹൃദയത്തിന്റെ വിമലീകരണമാണെങ്കിൽ, രണ്ടാമത്തേത് ഉടലും ഉടയാടകളും മാലിന്യങ്ങളിൽ നിന്ന്, അഴുക്കിൽ നിന്ന് വൃത്തിയായി സൂക്ഷിക്കലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: അത്വഹൂറു ശത്റുൽ ഈമാൻ, ബാഹ്യശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. അഥവാ അംഗസ്നാനം, വുളൂ, ശരീരത്തെ ശുദ്ധിയാക്കുന്നത് പോലെ പാപങ്ങളെ മായ്ച്ചു കളയുകയും ചെയ്യുന്നു. വെള്ളം ശരീരത്തെയും വസ്ത്രത്തെയും അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. രണ്ട് ശുദ്ധികൾ തമ്മിലുള്ള ഈ പരസ്പര ബന്ധത്തിന്റെ മറ്റൊരു തലം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ വിശദമാക്കിയിരിക്കുകയാണ്. അറഅയ്തും ലൗ അന്ന നഹ്റൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദിക്കും, അവിടുന്ന് പറയുന്നു, നിങ്ങളിൽ ഒരാളുടെ വീടിനു മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നുവെന്ന് സങ്കൽപ്പിക്കുക. യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ 5 മർറാത്ത്, ആ നദിയിൽ നിന്ന് അദ്ദേഹം ഓരോ ദിവസവും 5 പ്രാവശ്യം തന്റെ ശരീരം വൃത്തിയാക്കുന്നു, കുളിക്കുന്നു. ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും വല്ല മാലിന്യവും ശേഷിക്കുമോ എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുന്നത്. ഖാലു, അവർ പറഞ്ഞു: ലാ യുബ്ഖി മിൻ ദറനിഹി ഷൈഅ, തിരുനബിയെ, അയാളുടെ ശരീരത്തിൽ ഒന്നും തന്നെ ബാക്കിയാവുകയില്ല. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവചിച്ചു അത്രേ: ഫദാലിക മസലുസ് സ്വലവാത്തിൽ ഖംസ്, അതുപ്രകാരമാണ് 5 നേരത്തെ നിസ്കാരങ്ങൾ. യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ, ആ നിസ്കാരങ്ങൾ വഴി അള്ളാഹു മനുഷ്യന്റെ പാപങ്ങൾ കഴുകിക്കളയുമെന്ന്, മായ്ച്ചു കളയുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിതമാവുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് തെറ്റായ വികാരങ്ങൾ അകന്നുപോകും. നമ്മുടെ അകം ശുദ്ധമാകും. അതാവട്ടെ സ്വർഗത്തിന്റെ അവകാശികളുടെ സ്വഭാവ ഗുണമാണ്. ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബികളോട് ഇങ്ങനെ പറഞ്ഞു അത്രേ: യത്ലു അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഒരാൾ ആഗതനാകും, ഒരാൾ സന്നിഹിതനാകും. മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. അങ്ങനെ സഹാബികൾ കാത്തുകൊണ്ടിരിക്കെ ഒരാൾ ആഗതനായി, ഒരു സഹാബി വര്യൻ കടന്നു വന്നു. ഫലമ്മാ സുഇല ദാലിക സ്വഹാബി, ആളുകൾ ആകാംക്ഷയോടെ ആ സ്വഹാബിയോട് ചോദിച്ചു: അനിസ് സബബ്, എന്താണ് കാരണം, എങ്ങനെയാണ് നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് വാക്കു തന്നത്?
അദ്ദേഹം പറഞ്ഞു, ഇന്നി ലാ അജ്ദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശ, എന്റെ മനസ്സിൽ എന്റെ ഒരു സഹോദരനോടും ഒരു തരിമ്പും ചതിയോ വഞ്ചനയോ ഞാൻ കാത്തു സൂക്ഷിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ അഹ്സിദു അഹദൻ അലാ ഖൈരിൻ അഅതാഹുല്ലാഹു ഇയ്യാ, എന്റെ ഏതെങ്കിലും ഒരു സഹോദരന് അല്ലാഹു നൽകിയ ഒരു നന്മയുടെ ഒരു ഗുണത്തിന്റെ പേരിൽ ഞാൻ അവനോട് ഒരു തെല്ലും അസൂയയോ അഹംഭാവമോ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം മറുപടി നൽകിയത്രേ. ആ നേരത്ത് അവിടെ പറയപ്പെട്ടുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ പറയുന്നു. അതുതന്നെയാണ് താങ്കളെ ആ ഗുണത്തിന് അർഹനാക്കിയത്. അപ്പോൾ പാപം പുരളാത്ത ആ ഹൃദയമാണ് ഈ സ്വഹാബി വര്യനെ സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റിയത്. മുഅ്മിനീങ്ങളെ, ശരീരം വിശുദ്ധമായിരിക്കാൻ, അശുദ്ധികളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിരിക്കാൻ വിശുദ്ധ ഇസ്ലാം നമ്മെ ഉണർത്തുന്നു. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട നിസ്കാരത്തിന്റെ താക്കോലും അടിസ്ഥാന നിബന്ധനയും ശാരീരിക ശുദ്ധിയാണ്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാ, സത്യവിശ്വാസികളെ നിങ്ങൾ നിസ്കരിക്കുവാൻ ഉദ്ദേശിച്ചാൽ ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ മുഖം കഴുകണം. വഅയ്ദിയകും ഇലൽ മറാഫിഖ്, നിങ്ങളുടെ കൈകൾ മുട്ടുൾപ്പെടെ നിങ്ങൾ കഴുകണം. വംസഹൂ ബിറുഊസികും, തല നിങ്ങൾ തടവേണ്ടതുണ്ട്. വഅർജുലകും ഇലൽ കഅബൈൻ, ഞെരിയാണിയുൾപ്പെടെ നിങ്ങളുടെ കാലുകൾ നിങ്ങൾ കഴുകുകയും വേണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശരീരത്തിൽ ഏറെ പ്രാധാന്യമുള്ള, ആരോഗ്യകരമായി എപ്പോഴും ഏറെ ശ്രദ്ധയർഹിക്കുന്ന ഈ ബാഹ്യ അവയവങ്ങൾ ഓരോ ദിനങ്ങളിലും ആവർത്തിച്ചു വൃത്തിയാക്കാൻ ഖുർആൻ ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. അതിനായി ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയുമായി അഥവാ നിസ്കാരവുമായി അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്തു വിശുദ്ധ ഖുർആൻ. വീണ്ടും ഈ ശാരീരിക വിശുദ്ധി നിലനിർത്തുന്നവരെ വിശേഷിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഇങ്ങനെയും പറയുന്നത് കാണാം, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, വിശുദ്ധരാവാൻ തൽപരരായ, ശാരീരിക ശുദ്ധി നിലനിർത്തുന്നത് ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ അവിടെ പള്ളിയിലുണ്ട്. എന്നിട്ട് വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, പരിശുദ്ധന്മാരെ, ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ അല്ലാഹു സ്നേഹിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ബാഹ്യശുദ്ധിക്കു തന്നെ ഏറെ പ്രാധാന്യം നൽകിയിരുന്നതിന് ധാരാളം തെളിവുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണശേഷം അവിടുന്ന് കൈകൾ വൃത്തിയായി കഴുകാറുണ്ടായിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പും അത് പതിവാക്കിയിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ നാമ വഫീ യദിഹി ഗംറുൻ വലം യഗ്സിൽഹു ഫഅസാബഹു ശൈഉൻ, നിങ്ങളിൽ ആരെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ച ശേഷം അതിന്റെ അവശിഷ്ടങ്ങൾ, കൊഴുപ്പ് പോലെയുള്ളത് വൃത്തിയായി കഴുകാതെ ഉറങ്ങുകയും പിന്നീട് ആ കൈക്ക് വല്ലതും സംഭവിക്കുകയുമാണെങ്കിൽ, പ്രാണികളുടെ ശല്യമോ വിഷദംസനമോ മറ്റോ എന്തെങ്കിലും ആ കൈക്ക് ഏൽക്കുകയും ചെയ്താൽ ഫലായലൂമന്ന ഇല്ലാ നഫ്സ, അവൻ ആരെയും കുറ്റം പറയേണ്ടതില്ല. കൈ കഴുകാതിരുന്ന അവൻ തന്നെയാണ് അതിനുത്തരവാദി എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രാത്രി ഉറക്കത്തിന് തയ്യാറാവുമ്പോൾ ശരീരശുദ്ധി ഉറപ്പുവരുത്തണമെന്നും വുളൂ ചെയ്യണമെന്നും ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അവിടുന്ന് പറയുന്നു, തുഹിറു ഹാദിഹിൽ അജ്സാദ്, നിങ്ങളുടെ ശരീരം നിങ്ങൾ വൃത്തിയാക്കണം. ത്വഹറകുമുല്ലാ, എങ്കിൽ അല്ലാഹു നിങ്ങളെ ശുദ്ധരാക്കും, നിങ്ങൾക്ക് അല്ലാഹു ശുദ്ധി നൽകും. ഫഇന്നഹു ലൈസ അബ്ദുൻ യബീതു ത്വാഹിറ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കാരണം അംഗശുദ്ധി വരുത്തി വുളൂ ചെയ്ത് നിദ്ര പൂകിയ ഒരു മനുഷ്യൻ ഇല്ല ബാത്ത മലക്കുൻ ഫി ശിആരിഹി, അവന്റെ വിരിപ്പിൽ അവനോടുകൂടെ ഒരു മലക്കുണ്ടാകും. ലാ യതഖല്ലബു സഅതൻ മിനൽ ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ അവൻ തിരിഞ്ഞുമറിയുമ്പോൾ ആ മലക്കു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ, അല്ലാഹുവേ നിന്റെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണം. ഫഇന്നഹു ബാത ത്വാഹിറ, കാരണം അവൻ വുളൂ ചെയ്തു കിടന്നവനാണ് എന്ന് അല്ലാഹുവിനോട് ഈ മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമത്രേ. അങ്ങനെ രാത്രിയിലുടനീളം ഒരു മലക്ക് അവനു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, പള്ളിയിൽ ജുമുഅ നിസ്കാരത്തിനും ജമാഅത്തുകൾക്കും പങ്കെടുക്കുമ്പോഴും പൊതുജന കേന്ദ്രങ്ങളിൽ ആഗതരാവുമ്പോഴും വൃത്തിയും ശുദ്ധിയും നാം പാലിക്കേണ്ടതുണ്ട്. ഖുർആൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, മനുഷ്യരെ ആരാധനാവേളകളിലെല്ലാം നിങ്ങൾ വസ്ത്രാലങ്കാരമണിയുക. ഖുർആനിന്റെ ആഹ്വാനം ഇങ്ങനെയാണ്, വസ്ത്രാലങ്കാരമണിയണമെന്നാണ്. വസ്ത്രാലങ്കാരമണിയുക എന്നത്
ശുദ്ധമായ ശരീരത്തെയും വൃത്തിയുള്ള ഉടയാടയെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. വിശ്വാസി ശരീരത്തിലും വസ്ത്രത്തിലും പെരുമാറ്റത്തിലും പ്രകടനത്തിലും ആളുകൾക്ക് ഇഷ്ടം ജനിപ്പിക്കണം. വെറുപ്പിനോ അകൽച്ചക്കോ വിമ്മിഷ്ടത്തിനോ അവൻ കാരണമാവരുത്. സ്വയം നിന്ദ്യതയ്ക്ക് അവൻ പാത്രീഭൂതനാവരുത്. അള്ളാഹു ബഹുമാനിച്ച സൃഷ്ടിയാണ് ഞാനെന്ന് ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. വേഷത്തിലെയും വിധാനങ്ങളിലെയും മികവും സൗന്ദര്യവും ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു സഹാബിവര്യൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനെ ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, ഇന്നർ റജുല യുഹിബ്ബു അൻ യകൂന തൗബുഹു ഹസന. ഒരാൾ ഭംഗിയുള്ള വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. നല്ല വസ്ത്രമായിരിക്കണം തന്റെ വസ്ത്രമെന്ന് അയാൾക്ക് ആഗ്രഹമാണ്. വനഅലുഹു ഹസന, അവന്റെ ചെരുപ്പുകളും ഷൂസും ഭംഗിയുള്ളതായിരിക്കണം, നല്ലതായിരിക്കണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അത് തെറ്റാണോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവചിച്ചു അത്രേ, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സുന്ദരനാണ്, അല്ലാഹുവിന് സൗന്ദര്യം ഇഷ്ടമാണ്. അല്ലാഹു ഖുർആനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും വരീഷ വലിബാസു തഖ്വ ദാലിക ഖൈർ. ഹേ മനുഷ്യരെ, നിങ്ങൾക്ക് നഗ്നത മറയ്ക്കാനും അലങ്കരിക്കുവാനുമുള്ള വസ്ത്രം നാം ഇറക്കിയിരിക്കുന്നു, നാം നൽകിയിരിക്കുന്നു. എന്നാൽ ഭയഭക്തിയുടെ വസ്ത്രമാണ് ഏറെ ഉത്തമം. വസ്ത്രം അള്ളാഹു അനുവദനീയമായ അലങ്കാരങ്ങൾക്കു വേണ്ടി കൂടിയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുഅ്മിനീങ്ങളെ, സുഗന്ധം ഉപയോഗിക്കുന്നതും ഈ ശുദ്ധിയുടെ, ഈ സൗന്ദര്യ സങ്കല്പത്തിന്റെ ഭാഗമാണ്, പ്രോത്സാഹനാർഹമാണ്. വിശിഷ്യ ജനങ്ങൾ ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഇഗ്തസല യൗമൽ ജുമുഅ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും വതതഹറ ബിമസ്തതഅ മിൻ തുഹ്രിൻ, കഴിയും വിധം ശുദ്ധി വരുത്തുകയും തുമ്മദ്ദഹൻ ഔ മസ്സ മിൻ തീബിൻ, അതിനുശേഷം കഴിയുന്ന രീതിയിൽ സുഗന്ധം പുരട്ടുകയും തുമ്മറാഹ, പിന്നെ പള്ളിയിലേക്ക് ജുമാ നിസ്കാരത്തിന് വേണ്ടി കടന്നു ചെല്ലുകയും വലം യുഫർരിഖ് ബൈന ഇത്നൈൻ, ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുകയോ ശൈഥില്യത്തിന് കാരണക്കാരനാവുകയോ ചെയ്തിട്ടുമില്ല. ഫസല്ലാ മാ കുതിബല, നിസ്കരിക്കാനുള്ളത് നിസ്കരിക്കുകയും തുമ്മ ഇദാ ഖറജൽ ഇമാമു അൻസത്, ഇമാം ഖുത്ബയ്ക്ക് വേണ്ടി ആഗതനായപ്പോൾ ഇമാമ് പറയുന്നത് സാഗൂതം വീക്ഷിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅൽ ഉഖ്റ, ആ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള ഒരാഴ്ചയിലെ അവന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളെ, വ്യക്തി ജീവിതത്തിലെ ബാഹ്യവും ആന്തരികവുമായ വിശുദ്ധിക്കു പുറമെ ഓരോരുത്തരുടെയും സജീവ പരിഗണന അർഹിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം പൊതുവഴികളുടെയും റോഡുകളുടെയും സൗകര്യങ്ങളുടെയും വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു സംവിധാനങ്ങളുടെയും വൃത്തിയും ശുദ്ധിയും അവയുടെ ബുദ്ധിപൂർവകവും സംസ്കാര സമ്പന്നവുമായ ഉപയോഗമാണ്. ഇവ വൃത്തിയായി സൂക്ഷിക്കൽ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. വഴിയിലെ പ്രതിബന്ധങ്ങൾ എടുത്തുമാറ്റൽ പുണ്യമാണ്, അള്ളാഹു കൂലി നൽകുന്ന കാര്യമാണ്. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ ഇമാതത്തുൽ അദാ അനി ത്വരീഖ് സ്വദഖ, വഴിയിൽ കാണുന്ന തടസ്സങ്ങൾ എടുത്തുമാറ്റുന്നത് പുണ്യകരമാണ്, സ്വദഖയാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മതപരമായും ഒരു ഉത്തമ പൗരൻ എന്ന നിലയിലും നാം ഏറ്റെടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അല്ലാഹു ഉത്തരോത്തരം പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ധീര രക്തസാക്ഷികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.